ഞാൻ പ്രിയങ്ക. ഇന്നത്തെ എൻ്റെ വീഡിയോ ഗുവാക്കമോളി ഉണ്ടാക്കുന്നതിൻ്റെയാണ്. ഗുവാക്കമോളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ എന്ന് പറയുന്ന പഴം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. ഒരു മെക്സിക്കൻ ഫുഡാണ് ഗുവാക്കമോളി. അപ്പോൾ ഞാൻ ഈ അവക്കാഡോ പഴം ആദ്യം തന്നെ കാണിച്ചു തരാം. ഇതാണ് അവക്കാഡോ എന്ന് പറയുന്ന പഴം. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും അവൈലബിൾ ആണ് അവക്കാഡോ പഴം. ഗുവാക്കമോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഞെട്ട് ഈ സ്റ്റെമ്മ് ഉള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് പച്ചയായിട്ടുള്ളത് വാങ്ങിക്കുന്നതായിരിക്കും ബെസ്റ്റ്. നമ്മുടെ വീട്ടിൽ അത് നമ്മുടെ സാധാരണ നേന്ത്രപ്പഴത്തിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ബനാനയുടെ ഒപ്പം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പഴുത്ത് കിട്ടും. പിന്നെ ഒരുപാട് പഴുത്തത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മൾ ഗുവാക്കമോളിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവക്കാഡോ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ സ്റ്റെമ്മിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കൈ ഒന്ന് അമിങ്ങി പോകണം. അതാണ് ഇതിൻ്റെ ഭാഗം. ജസ്റ്റ് അതിൻ്റെ ആ പച്ച കളർ മാറിയിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ വന്നും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതാണ് ഭാഗം. ഇത് ഒരുപാട് പഴുത്ത് പോയി കണ്ട, ഒരു ഭയങ്കര ഡാർക്ക് കളറായിട്ടുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരുപാട് അമിങ്ങി പോവുക. ഇതുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ ശരിയാവില്ല. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. അപ്പം അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുവാക്കമോളിക്ക് അവക്കാഡോ. ഇനി വേറൊരു കാര്യം, നമ്മൾ ഈ ടോർട്ടില്ല ചിപ്സ് ഡിപ്പ് ചെയ്ത് ആയിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അപ്പം ചിപ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്തും ശ്രദ്ധിക്കണം. ചിപ്സ് ഓരോ ബ്രാൻഡിൻ്റെ ചിപ്സും വ്യത്യാസമുണ്ട്. ടോർട്ടില്ല ചിപ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ പോലത്തെ ഒരു ചിപ്സാണ്. പക്ഷെ ഇത് കോൺ ചോളപ്പൊടി കൊണ്ടാണ് ഈ ടോർട്ടില്ല ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ ഉപ്പ് ചില ബ്രാൻഡിൻ്റെ ഞാൻ കഴിക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഒന്ന് നോക്കണം അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഈ ഗുവാക്കമോളിയിലും ഉപ്പും പുളിയൊക്കെ നമ്മൾ കൂടുതൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചിപ്സിലും ഉപ്പ് കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ഒരു ഉപ്പ് രസം ചിലപ്പോൾ കൂടുതൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അത് ശ്രദ്ധിക്കണം. പിന്നെ അവക്കാഡോ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ തന്നെ ഡോക്ടർമാർ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട് പറയണ ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ അവക്കാഡോ എന്ന് പറയണ ഈ പഴത്തിന്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഫാറ്റിൻ്റെ ഒരു സോഴ്സ് കൂടിയാണ് അവക്കാഡോ എന്ന് പറയണ ഈ പഴം. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കണ ഗുവാക്കമോളിയുടെ വീഡിയോ നമുക്ക് കാണാം. 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ലൈം എന്ന് പറയുന്നത് ഗ്രീൻ കളറിലുള്ള നാരങ്ങയും യെല്ലോ കളറിലുള്ള നാരങ്ങേനെയാണ് ലെമൺ എന്ന് പറയുന്നത്. അപ്പോൾ പച്ച കളറിലുള്ള നാരങ്ങയുടെ ജ്യൂസ് 3 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ അവസാനം ഒഴിച്ചു കൊടുത്താലും മതി, നമ്മുടെ പുളി ആവശ്യത്തിനനുസരിച്ച്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് സവാള കുഞ്ഞ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. സവാള 1/4 ഇഞ്ച് വലിപ്പത്തിലാണ് അരിയേണ്ടത്. അത് 1/4 കപ്പ് സവാള നമുക്ക് ഈ നാരങ്ങ നീരിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഒരു അല്ലി വെളുത്തുള്ളിയാണ്. ഒരു കുഞ്ഞ അല്ലി ചെറിയ വെളുത്തുള്ളി, അത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർക്കുന്നത്. വളരെ നേരിയ കഷ്ണങ്ങളായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇത് നന്നായിട്ട് ഇപ്പോൾ 3 മിക്സ് ചെയ്യുക. ഈ ബൗളിൽ മാറ്റി വയ്ക്കുക. മിനിമം 5 മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കണം, മാക്സിമം 10 മിനിറ്റ്. ഇനി ഈ ബൗളിൽ തന്നെ അവക്കാഡോ മാഷ് ചെയ്ത് ചേർത്താലും മതി. ഇപ്പോൾ ഈ 5 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് അവക്കാഡോ ശരിയാക്കാം. 3 മീഡിയം സൈസ് അവക്കാഡോയാണ് നമുക്ക് വേണ്ടത്. ഈ സ്റ്റെമ്മിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കൈ ഒന്ന് അമിഞ്ഞു പോകണം. അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഒരുപാട് പച്ചയായിട്ട് ഹാർഡായിട്ടുള്ള അവക്കാഡോ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഒരുപാട് പഴുത്തതും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ പാകത്തിനുള്ള അവക്കാഡോ എടുക്കണം. അപ്പോഴാണ് ഗുവാക്കമോളിക്ക് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവുള്ളൂ. അവക്കാഡോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവക്കാഡോയുടെ സ്റ്റെമ്മ് ആദ്യം തന്നെ എടുത്ത് മാറ്റാം. എന്നിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് ആ സ്റ്റെമ്മിൻ്റെ ഭാഗം തൊട്ട് താഴോട്ടേക്ക് 2 സൈഡിലും വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതിയായിട്ട് അവക്കാഡോ നമ്മുടെ കയ്യിലിരിക്കും. ഇനി കുരു എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നല്ല മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തിയിട്ട് അതും ഒന്ന് വലിച്ച് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരുവും പുറത്തേക്ക് വരും. അങ്ങനെ 3 അവക്കാഡോയും കട്ട് ചെയ്ത് കുരുവൊക്കെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയൊരു വലിയ സ്പൂൺ ഉപയോഗിച്ച് ഈ അവക്കാഡോ പഴം ആ തൊലിമേന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. ഒരു ബൗളിലോട്ട് സ്കൂപ്പ് ചെയ്ത് ഇടാം.
ആ നാരങ്ങ നീരിൻ്റെ ബൗളിലോട്ട് തന്നെ ആഡ് ചെയ്താലും മതി. അങ്ങനെ 3 അവക്കാഡോ പഴം ഇതിലോട്ട് ചേർക്കാം. നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്യുക. തക്കാളിയും ചേർക്കാം ഗുവാക്കമോളിയിൽ. തക്കാളി ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. 1/4 കപ്പ് തക്കാളി ചേർക്കാം. തക്കാളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ആ കുരുവിൻ്റെ ഭാഗം മാറ്റിയതിന് ശേഷം വേണം ആ തൊലിപ്പുറം ഇത്തിരി കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ഭാഗം ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. തക്കാളി ഞാൻ ചേർത്തുണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അപ്പം തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. നമുക്കത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ അത് വലിയ ടേസ്റ്റിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് നമ്മുടെ ഗുവാക്കമോളിയുടെ. പിന്നെ നാരങ്ങ നീര് ഓൾറെഡി പുളിയുണ്ട്, പിന്നെ തക്കാളിയും എന്ന് പറയുന്നതും പുളിയാണ്. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് തന്നെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പുളിയൊക്കെ അത് തക്കാളിമീന്നും ഇറങ്ങിയിട്ട് കുറച്ച് പുളി കൂടുതൽ, എനിക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാനിതിൽ തക്കാളി ചേർക്കണത് കാണിക്കാത്തത്. തക്കാളി ചേർക്കണമെങ്കിൽ നാരങ്ങ നീര് ഇത്ര അധികം ചേർക്കേണ്ട, ലൈം ജ്യൂസ് ഇത്ര അധികം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒരു പേരിന് ചേർത്താൽ മതി. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില സിലാൻഡ്രോയാണ് ചേർക്കേണ്ടത്. അതും 1/4 കപ്പ് ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ അവക്കാഡോ മിക്സിലോട്ട് മാഷ് ചെയ്തതിലോട്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നാരങ്ങ നീര്, സവാള എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, റെഡ് അണിയൻ തന്നെയായിരിക്കണം എടുക്കാൻ വേണ്ടിയിട്ട്. വൈറ്റ് കളറിലുള്ള അണിയനേക്കാളും റെഡ് കളറുള്ള അണിയൻ തന്നെയാണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പോൾ അതും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പുളിയും ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കുക. ഇത്തിരി പുളി കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കണ്ട. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അവസാനം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ചിലവർക്ക് പുളി ഒരുപാട് ഇഷ്ടപ്പെടില്ലായിരിക്കും. ഉപ്പും അതുപോലെ തന്നെ ചിപ്സ് ഒന്ന് കഴിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പും ഗുവാക്കമോളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗുവാക്കമോളി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ആലപ്പീനോ പെപ്പറാണ് ചേർക്കുന്നത് ഗുവാക്കമോളിയിൽ. എരിവ് എൻ്റെ കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, അവർ കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് ചേർക്കാത്തത്. ആലപ്പീനോ പെപ്പർ ചേർക്കുകയാണെങ്കിൽ 1 3 അവക്കാഡോയ്ക്ക് 1 കുരു അതിൻ്റെ ഉള്ളിലത്തെ മാറ്റിയതിന് ശേഷം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ മുളകില്ലാത്തവർ ഇത്തിരി എരിവ് കുറവുള്ള ടൈപ്പ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആ മുളക് നന്നായി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ചേർക്കണതായിരിക്കും നല്ലത്. ഇമ്മീഡിയറ്റായിട്ട് ഗുവാക്കമോളി സർവ് ചെയ്യണില്ല എങ്കിൽ അത് ഫ്രിഡ്ജിൽ നമുക്ക് 8 മണിക്കൂർ വരെ കുഴപ്പമില്ലാണ്ട് സൂക്ഷിക്കാൻ പറ്റും. 8 മണിക്കൂർ വരെ അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഞാനിപ്പോൾ ഈ ബൗളിൻ്റെ മേലെ ഇങ്ങനെ റാപ്പ് ചെയ്ത പോലെ ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ വലിയ കുഴപ്പമില്ലാണ്ട് അത് ചീത്തയാവാണ്ട് ഇരുന്നോളും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. 2 ദിവസം വരെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ 8-9 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതുക്കെ അതിൻ്റെ കളറ് ഡാർക്ക് ഒരു കറുത്ത കളറായിട്ട് തുടങ്ങും. അപ്പോൾ അത് തിരിച്ച് അതിങ്ങനെ ചീത്തയായി 2 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രഷായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അവക്കാഡോയുടെ ഒരെണ്ണത്തിൻ്റെ പകുതി നമ്മൾ ഉപയോഗിച്ചു, പകുതി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് നാരങ്ങ നീര് ആ പകുതിയുമ്പോൾ പറ്റി വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അത് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. 1 ദിവസം ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് ഫ്രഷായിട്ട് അതിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണ്. ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണ്. താങ്ക് യു.